ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാം. ഒരു 30 ഇഞ്ച് നീളമുള്ള ഒരു പീസും അതേപോലെ തന്നെ ഒരു 3.5 ഒരു 3.5 ഇഞ്ച് വീതി മതി കേട്ടോ ഉള്ള ഒരു പീസ് എടുക്കുക. നമ്മൾ ഏത് ഫ്രോക്കാണോ ചെയ്യുന്നത് ആ ഫ്രോക്കിൻ്റെ തന്നെ പീസ് എടുക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ ഹെഡ് ബാൻഡ് ചെയ്യൽ. ഫ്രോക്ക് ഇതേപോലെ സ്കേർട്ട് ഏതായാലും അതിലേക്ക് മാച്ചായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ അങ്ങനെ ക്യാൻ ലൈസ് ഉണ്ട്. അത് വീതി കുറഞ്ഞ ഒരു 1/2 ഇഞ്ച് വീതി ഉള്ള ക്യാൻ ലൈസ് എടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് കവർ ചെയ്യുക. ആ ക്യാൻ കവർ ചെയ്യാനുള്ള രീതിയിൽ മടക്കിയാൽ മതി കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻ ലൈസിൽ തട്ടാതെ നോക്കണം. തട്ടിയാൽ നമ്മളെ ഹെഡ് ബാൻഡ് അത്ര പെർഫെക്റ്റ് ആവില്ല. അതിൽ തട്ടാതെ എന്നാൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ അതിനോട് അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മറ്റേ സൈഡ് വരെ ചെയ്ത് കൊടുക്കുക. ക്യാൻ ലൈസും അതേ അളവിലാട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മളെടുത്ത മെറ്റീരിയലിൻ്റെ അതേ അളവിൽ ക്യാൻ കൊടുക്കുക. അപ്പോൾ മെറ്റീരിയൽ ഒരു 2-2.5 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ മെറ്റീരിയൽ വശം മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ 2 സൈഡ് 2 തലപ്പുണ്ടല്ലോ, ആ തലപ്പിൽ നമ്മളൊരു ഷേപ്പ് കൊടുക്കുക. വെട്ടിയിട്ട് ഇതേപോലെ വെട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിത് റൗണ്ട് ചെയ്യാണ് ചെയ്യണത്. ചുറ്റി നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ ഒരു സൂചി നൂലെടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ജസ്റ്റ് നമ്മളെ സാധാ സ്റ്റിച്ചില്ലേ, റണ്ണിങ് മുകളും താഴേക്കും, അങ്ങനെ കുറച്ച് ചെറിയ സ്റ്റിച്ച് വേണമെന്നില്ല. കുറച്ച് വിട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഇങ്ങനെ മൊത്തം കവർ ചെയ്യണം. നമ്മൾ മറ്റേ അറ്റം വരെ ഷേപ്പ് ചെയ്തെടുത്ത മറ്റേ അറ്റം വരെ കവർ ചെയ്യുന്ന രീതിയിൽ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നൂല് കെട്ടാവാതെ നോക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് നൂല് വലിയുമ്പോൾ തന്നെ അതങ്ങനെ ആ ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കാണാം അത് റൗണ്ടായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ മറ്റേ അറ്റം വരെ ഇതേപോലെ റണ്ണിങ് ഇട്ട് കൊടുക്കുക. സൂചി നൂല് കെട്ടാവാതെ. അപ്പോൾ ഇത് നൂല് വലിക്കുമ്പം ഇതിങ്ങനെ റൗണ്ടായിട്ട് ഫ്ലവറായിട്ട് വരും. അപ്പോൾ നൂല് കെട്ടൊന്നും ആവാതെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആ തലക്ക വരെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ അറ്റം വരെ നൂല് കോർത്തെടുത്തിട്ട് അറ്റത്തിൻ്റെ ക്യാൻ ഉണ്ടല്ലോ അതുമ്മലും കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ തുന്നണത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വലിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫ്ലവറായിട്ടുണ്ടാകും. അങ്ങനെ ആ ഫ്ലവറാണ് നമ്മൾ ഹെഡ് ബാൻഡിൽ വെച്ച് പിടിക്കുന്നത്. എലാസ്റ്റിക്കിലോ, ചെറിയ കുട്ടികളാണെങ്കിൽ എലാസ്റ്റിക്കിൽ പിടിപ്പിച്ചു കൊടുത്താൽ മതി. എലാസ്റ്റിക് ഹെഡ് ബാൻഡിൽ. കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ എലാസ്റ്റിക് ഇട്ടാൽ അതിങ്ങനെ തലേന്ന് ഇങ്ങനെ അടർന്ന് പോകുന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം അതിൻ്റെ നടുവശമൊക്കെ ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ട് നല്ലോണം പിടിച്ചിട്ട് റൗണ്ടാക്കിയിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ഞാനിത് ഭംഗിക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മിഡിലിൽ എന്ത് ചെയ്തു, ഒരു ബട്ടർഫ്ലൈയും വെച്ച് ഒരു പേളും അറ്റാച്ച് ചെയ്തിട്ടോ. പിന്നെ ഈ കമ്പിയിൽ സാറ്റിന് ക്രോസ് ചെയ്തിട്ട് അടിച്ചിട്ട് കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ അതേ കളറിൽ തന്നെ കിട്ടും. അങ്ങനെ നല്ല ഭംഗിയിൽ ഹെയർ ബാൻഡ് റെഡി ആയിക്കാം.